അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സിറിയൻ പ്രസിഡന്റും US പ്രസിഡന്റും കണ്ടുമുട്ടുന്നു. ഇത്രയും കാലം സിറിയ അടക്കി ഭരിച്ചിരുന്ന ബഷാറുൽ അസദിന് പകരമെത്തിയ അഹമ്മദ് അൽ ഷാറയുമായി ട്രംപ് കൈ കൊടുക്കുന്നു. സിറിയയുമായുള്ള ബന്ധത്തിൽ എന്താണിനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് സിറിയയുമായുള്ള ബന്ധത്തിലൂടെ അറബ് മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്? സിറിയയിലെ ഗോലാൻ കുന്നിൽ ജനനം. 1967 ഇസ്രയേൽ അധിനിവേശത്തോടെ കുന്നിറങ്ങിയ ബാല്യം. ഒരു കാലത്ത് അമേരിക്ക കോടികൾ വിലയിട്ട ഭീകരവാദി. ആദ്യകാലത്ത് അൽഖ്വയ്ദയിൽ ചേർന്ന് പ്രവർത്തനം. ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കക്കെതിരെ പോരാട്ടം. 2011 സ്വന്തമായി സംഘടന രൂപീകരിച്ചു. 2016 മുതൽ അൽഖ്വയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സിറിയൻ വിമോചന സംഘടനയായ ഹയാത്ത് തഹ്രീരി അൽ ഷാം അഥവാ HTSന് തുടക്കമിട്ടു. പറഞ്ഞു വന്നത് ട്രംപ് റിയാദിൽ കൈകൊടുത്ത അബു മുഹമ്മദ് അൽ ജൂലാനി എന്ന അഹമ്മദ് അൽ ഷാറ എന്ന പുതിയ സിറിയൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. ട്രംപിന്റെ സൗദി സന്ദർശനത്തിന്റെ 2ാം ദിനം 2025 മെയ് 14 സിറിയക്കെതിരായ ഉപരോധങ്ങൾ അമേരിക്ക പൂർണ്ണമായും പിൻവലിച്ചു. 25 വർഷത്തിനിടെ പിന്നെ ഒരു സിറിയൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റുമായി കണ്ടത് ഇങ്ങനെയാണ്. ഇവർക്കിടയിലുള്ള സൗദി കിരീടാവകാശിയുടെ സാന്നിധ്യം മേഖലയിലെ മാറിമറിയുന്ന രാഷ്ട്രീയ ചിത്രത്തിന്റെ അടയാളമാണ്. സിറിയക്കെതിരായ 4 നൂറ്റാണ്ടോളം പഴക്കമുള്ള ചെറുതും വലുതുമായ ഉപരോധമാണ് സൗദി കിരീടാവകാശിയുടെ അഭ്യർത്ഥന പ്രകാരം ട്രംപ് നീക്കിയത്. Many years. That's why my administration has already taken the first steps toward restoring normal relations between the United States and Syria for the first time in more than a decade. And I'm very pleased to announce that Secretary Marco Rubio will be meeting with the new Syrian foreign minister in Turkey later this week. And very importantly, after discussing the situation in Syria with the Crown Prince, your Crown Prince, ഇതിന് തൊട്ട് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം ട്രംപും സൗദി കിരീടാവകാശിയും സിറിയൻ പ്രസിഡന്റുമായി ഒന്നിച്ചിരുന്നത്. ഫോണിൽ തുർക്കി പ്രസിഡന്റും ഈ കൂടിക്കാഴ്ചയിൽ ചേർന്നു. 2000 സിറിയൻ പ്രസിഡന്റ് ഹാഫിസ് അൽ അസദും അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ആദ്യമായാണ് ഒരു US പ്രസിഡന്റ് സിറിയൻ പ്രസിഡന്റിനൊപ്പം ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. 54 വർഷം നീണ്ട അസദ് കുടുംബ ഭരണം. 2024 ഡിസംബറിലാണ് വിമതസേന അട്ടിമറിച്ചത്. അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിൽ രാജ്യം പിടിച്ചെടുത്തതോടെ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തു. അൽ ഷാറക്ക് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന വിമത സംഘടനയുടെ നേതാവായ ഷാറ ഒരു കാലത്ത് അമേരിക്ക ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരുന്ന വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൽ ഒറ്റ രാഷ്ട്രീയമേയുള്ളൂ. ഇറാനെ ഒരു അരികിലേക്ക് മാറ്റി നിർത്തലാണത്. സൗദിയുടെ നിർദ്ദേശപ്രകാരമുള്ള US തീരുമാനം മധ്യപൂർവേഷ്യയിലെ ശക്തി ബലാബലങ്ങളെ മാറ്റിമറിക്കും. ഒപ്പം സിറിയയുടെ പുനർനിർമ്മാണത്തിന് വഴിയുമൊരുങ്ങും. among others and friends of mine, people that I have a lot of respect for in the Middle East, I will be ordering the cessation of sanctions against Syria in order to give them a chance at greatness. 1979 മുതൽ സിറിയ കർക്കശമായ പലവിധ അമേരിക്കൻ ഉപരോധത്തിലാണ്. ഇറാൻ അനുകൂല നിലപാടായിരുന്നതിനാൽ അത് തുടർന്നു. പക്ഷേ ഇടയ്ക്കെല്ലാം ഇളവുകൾ ലഭിച്ചു. 2011 മുതൽ 2024 വരെയുള്ള 13 വർഷത്തെ ആഭ്യന്തര യുദ്ധകാലം. ഈ കാലയളവിൽ ബഷാറുൽ അസദ് ഭരണകൂടം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയ രീതി. ഇക്കാരണങ്ങൾ പറഞ്ഞ് US ഉപരോധം കടുപ്പിച്ചു. ഇത് സിറിയയുടെ സമ്പദ് വ്യവസ്ഥ തകർത്തു. സൈനിക സംവിധാനങ്ങളെയും ഇറാനും റഷ്യയും ഉൾപ്പെടെയുള്ള പിന്തുണക്കാരെയുമെല്ലാം ഇത് ബാധിച്ചു. സൗദി നേതൃത്വത്തിലെ പുതിയ നീക്കം മേഖലയിലെ ശക്തി കേന്ദ്രത്തെയാണ് മാറ്റിമറിക്കുന്നത്. ഇറാൻ നയിക്കുന്ന പ്രതിരോധ അച്ചുതണ്ടിന്റെ പ്രധാന ഭാഗമായിരുന്നു ഇക്കാലം വരെ സിറിയ. ഇസ്രയേലിന്റെ പ്രധാന തലവേദന. ചെറുതും വലുതുമായ വിമത സായുധ പ്രതിരോധ സംഘങ്ങളുടെ പരീക്ഷണ ഭൂമിയായി സിറിയയുടെ പല അതിർത്തികളും മാറിക്കഴിഞ്ഞിരുന്നു.
സിറിയ വഴിയാണ് ഇറാൻ ഹിസ്ബുള്ള, ഹമാസ്, യമനിലെ ഹൂത്തികൾ തുടങ്ങിയവർക്ക് ആയുധങ്ങളും ധനസഹായവും നൽകിയതെന്നാണ് US-ന്റെ ആരോപണം. ഉപരോധം നീക്കിയതോടെ ഈ വഴി അടയുമെന്നാണ് US-ന്റെ പ്രതീക്ഷ. ഷാരയുടെ സർക്കാർ ഇറാനിൽ നിന്ന് അകലം പാലിച്ചാൽ മേഖലയിൽ ഇറാന്റെ സ്വാധീനം ഗണ്യമായി കുറക്കാനാകുമെന്നും US കരുതുന്നു. ഫലത്തിൽ ട്രംപിന്റെ സന്ദർശനത്തിൽ സംഭവിച്ച പ്രധാന കാര്യം ഇറാന്റെ സ്വാധീനം കുറയുന്നുവെന്നതാണ്. ട്രംപിനൊപ്പം ഈ നീക്കങ്ങൾ നടക്കും മുമ്പേ പലതവണ സൗദിയിൽ സിറിയയുടെ പുതിയ പ്രസിഡന്റ് എത്തിയിരുന്നു. സൗദിയിൽ ഇറാന് മുന്നറിയിപ്പ് നൽകിയാണ് ട്രംപ് സംസാരിച്ചത്. ഇറാനൊപ്പം പണി കിട്ടിയ മറ്റൊരു കൂട്ടർ ഇസ്രയേലാണ്. സൗദിയുടെ സ്പോട്ടിലുള്ള നിർദ്ദേശപ്രകാരം സിറിയൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഇസ്രയേലുമായി ചർച്ച ചെയ്തോ എന്ന് സംശയമാണ്. ഉപരോധം നീക്കുന്നതിന് US ചോദിക്കുന്ന വില പക്ഷേ വലുതാണ്. ഇസ്രയേലുമായി സിറിയയെ ബന്ധപ്പെടുത്തുക. പക്ഷേ പരമ്പരാഗതമായി ഇസ്രയേൽ വിരുദ്ധമാണ് സിറിയയുടെ അകം. ഇസ്രയേൽ പുറന്തള്ളലിൽ ഗോലൻ കുന്ന് വിട്ടിറങ്ങിയ അഹമ്മദ് അൽ ഷാറ ഇസ്രയേലിന് കൈ കൊടുക്കുമോ എന്നതാണ് ചോദ്യം. പ്രാഥമിക ചർച്ചകൾ നടന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ട്. അസ്ഥിരമായ രാഷ്ട്രീയ സ്ഥിതിയുള്ളതിനേക്കാൾ കരുത്തുറ്റ ഒരു രാജ്യം അതിർത്തിയോട് ചേർന്ന് കരുത്തു നേടുന്നത് ഇസ്രയേൽ ഭീഷണിയായാണ് കാണുന്നത്. ഉപരോധം നീക്കുന്നത് സിറിയയെ സൈനികശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നതാണ് ഇസ്രയേലിന്റെ ആശങ്ക. 967 മുതൽ ഇസ്രയേൽ കൈവശം വെച്ചിരിക്കുന്ന ഗോലാൻ കുന്നുകളുടെ സുരക്ഷയും ഇനി പ്രശ്നമാകും. ഷാര ഇസ്രയേലുമായി നേരിട്ടല്ലാത്ത ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയിൽ ഇസ്രയേലിന് സംശയമുണ്ട്. ചുറ്റുമുള്ളവരെയെല്ലാം സംശയത്തോടെ നോക്കുന്ന ഇസ്രയേലിന് ഇനി സിറിയയെ കൂടി നോക്കേണ്ട സ്ഥിതിയായി. സിറിയക്കുള്ള വെസ്റ്റ് ബാങ്കിലെ കടം സൗദിയും UAE-യും ചേർന്ന് അടച്ചു തീർത്തിട്ടുണ്ട്. ഫലത്തിൽ പുതിയ ലോൺ സിറിയക്ക് ലഭിക്കും. ഉപരോധം നീക്കാനുള്ള US-ന്റെ ഈ തീരുമാനം സൗദി അറേബ്യക്ക് നയതന്ത്രപരമായ വൻ വിജയമാണ്. മധ്യപൂർവേഷ്യയിൽ ഏറ്റവും പ്രധാന രാജ്യമായി സൗദി മാറുന്നതിന്റെ സൂചനയാണ് പുതിയ നീക്കങ്ങൾ എല്ലാം. സൗദിയിൽ വളർന്ന ഷാരക്ക് സൗദി സഖ്യത്തിലേക്ക് കൂറുവന്നാൽ അത് ഇറാന്റെ മേഖലയിലെ താൽപ്പര്യങ്ങൾ തടയും. സൗദി എന്ന രാജ്യം 39കാരനായ ഒരു രാജ്യഭരണാധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയം മേഖലയിൽ കൊണ്ടുവരികയാണ്. അതവിടെ എങ്ങനെയെല്ലാം സ്വാധീനിക്കാൻ പോകുമെന്നതാണ് ഇനി അറിയാനുള്ള ഉത്തരം.